യെസ്, ഇത് മറ്റൊരു ലെസണിലേക്ക് വരികയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലെസനാണ് ഇത്. ഒരിക്കലും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ലെസനാണ്. തീർച്ചയായിട്ടും ഇത് കേൾക്കണം. ഇതിൻ്റെ പേര് പവർ ഓഫ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭാവനയിൽ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി വെരി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ഈ വീഡിയോ. ഇത് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇയർഫോൺ വെച്ച് തന്നെ കേൾക്കാം. മറ്റ് സൗണ്ടിൽ നിന്നെല്ലാം മാറിയിരിക്കുക. നമ്മളിതിൻ്റെ കൂടെ ഒരു ആക്ടിവിറ്റിയും കൂടെ തരുന്നുണ്ട്. ഫുള്ളായിട്ട് ഇതിനകത്തുണ്ടാക്കുക. റെഡിയല്ലേ? നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. പവർ ഓഫ് വിഷ്വലൈസേഷൻ. ഈ പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് സംസാരിക്കാൻ തുടങ്ങിയത് ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു 10 വർഷം മുൻപ് മുതലാണ്. സീക്രട്ട് എന്നൊരു ബുക്ക് വന്ന റോണ്ട ബ്രെയിൻ എന്ന ലേഡിയുടെ സീക്രട്ട് എന്ന ഒരു ബുക്ക് വന്നതിന് ശേഷമാണ് വിഷ്വലൈസേഷൻ ഇത്ര വൈഡ്ലി സംസാരിക്കാൻ തുടങ്ങിയത്. ഒരു 10 ഓതേഴ്സ് കൂടിയിട്ട് വിഷ്വലൈസിങ് പവറിനെ പറ്റി പറയുന്നതാണ് സീക്രട്ട് എന്ന ബുക്ക്. ആ ബുക്കിനകത്ത് പറഞ്ഞതിന് ശേഷമാണ് ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്തെങ്കിലും അതിന് മുൻപ് വളരെ പണ്ട് തന്നെ സ്വാമി വിവേകാനന്ദൻ അടക്കം ഈവൻ യേശുദേവൻ അടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വിഷ്വലൈസേഷൻ. തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അതായത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. പ്ലീസ് ലിസൺ. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. എന്താണ് സംസാരിക്കുന്നതല്ല. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ആളുകളോട് സംസാരിക്കുന്നു, വളരെ ഹാപ്പിയായിട്ട് സംസാരിക്കുന്നു, പക്ഷേ ഉള്ളിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഇല്ല. നിങ്ങൾ സ്വയം സംസാരിക്കുന്നത് ദുഃഖങ്ങളാണ്, സ്വയം സംസാരിക്കുന്നത് രോഗങ്ങളാണ്. അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ റെഗുലർ ചെയ്യുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഫലം. സ്ത്രീകളായിക്കൊണ്ട് പ്രത്യേക ഒരു എക്സാമ്പിൾ പറയാം. വിഷ്വലൈസേഷൻ്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ്. അഞ്ജലീന ജോലി എന്ന ഒരു ആക്ട്രസ് ഉണ്ട്, ഹോളിവുഡിലെ വളരെ പ്രമുഖ ഒരു ഹീറോയിനാണ്. ആ ഹീറോയിൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറയുവാണ്. അത് നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവരുടെ അമ്മ മരിച്ചത് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടാണ്. മരിച്ചത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ ചെറുപ്പം മുതലേ, അതായത് ഇവരുടെ ബ്രസ്റ്റ് ഫോം ചെയ്യുന്ന സമയം മുതലേ ഈ ജൂലി അവർ എന്നും വാഷ്റൂമിൽ പോകുന്ന സമയത്ത് അവരുടെ ബ്രസ്റ്റിൽ അവർ ടച്ച് ചെയ്ത് നോക്കും. അതായത് ബ്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, ഒരു ബോൾ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് എവറി ഡേ അവർ ചെക്ക് ചെയ്യുമെന്നാണ് പറയുക. എവറി ഡേ അവർ ചെക്ക് ചെയ്ത് 13 വയസ്സ് മുതൽ ചെക്ക് ചെയ്ത് തുടങ്ങിയെന്നാണ് പറയണേ. നിങ്ങൾക്കറിയുമെന്നറിയില്ല, അവർക്ക് 2 ബ്രസ്റ്റും അവർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ബ്രസ്റ്റിൽ ക്യാൻസറിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട്. കാരണം എന്താ? അമ്മയ്ക്ക് അത് വന്നതുകൊണ്ട് എനിക്കിത് ഉണ്ടാകുമെന്നാണ് ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അവർ ഫിംഗർ വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യുന്നത് എന്താ? ഇവിടെ ഒരു മുഴ കാണുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് നോക്കുമ്പോൾ എൻ്റെ കൈ ആഗ്രഹിക്കുന്ന എന്താ? ഒരു മുഴയുടെ ഒരു തടസ്സം വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇത് നോക്കി അപ്പോൾ എൻ്റെ മനസ്സ് സെൻസ് ചെയ്യുന്ന എന്താ? എനിക്കിവിടെ ഒരു മുഴ വേണമെന്നുള്ളതാണ്. ആ മുഴയെ അന്വേഷിച്ച് പോകുന്ന ഫിംഗർ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന മെസ്സേജ് ഈ കുട്ടി ഇവിടെ ഒരു മുഴയെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സീക്കുകയാണ് ഒരു മുഴയെ. ആ സീക്കിങ് കാരണം അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തു. ഇമ്മീഡിയറ്റ് അറിഞ്ഞതുകൊണ്ട് അവർ അതിൽ നിന്ന് റിക്കവർ ആയി എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മളിൽ എത്ര പേര് ഓരോ ദിവസവും നമ്മൾ സംസാരത്തിനകത്ത് പറയുന്നതിനകത്ത് ഒരു ദിവസം ഏകദേശം 45,000 to 65,000 തോട്ട്സ് പെർ ഡേ ഒരു ദിവസം നമ്മളിവിടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഓരോ ദിവസവും നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കുന്നതിൽ എന്താണോ കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. ഇന്ന് നിങ്ങൾ രാവിലെ എണീറ്റ് തീരെ സുഖമില്ലെന്ന് പറഞ്ഞു നോക്കിക്കോ, നിങ്ങൾക്ക് സുഖമില്ലായ്മ സ്റ്റാർട്ട് ചെയ്യും. വേണ്ട, രാവിലെ മുടക്കുള്ളൊരു ദിവസം, സൺഡേ മുടക്കാണ്. സൺഡേ മുടക്കുള്ള ദിവസം നിങ്ങൾ രാവിലെ എണീക്കുകയാണെങ്കിൽ സാധാരണ വർക്കിംഗ് ഡേയിൽ എണീക്കുന്നതിലേക്കും വളരെ പ്രയാസമായിരിക്കും. ശരീരത്തിന് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും, യഥാർത്ഥത്തിൽ തന്നെ അനുഭവപ്പെടും. കാരണം എന്താണെന്നറിയൂ? തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്, നാളെ എനിക്ക് വേറെ വർക്കുകളില്ല, നാളെ എനിക്ക് ഫ്രീ ആണ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉറങ്ങിയിരിക്കുന്ന അസുഖം തന്നെ നമുക്ക് പെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നേരത്തെ അതിനേക്കാൾ വലിയ പെയിനാണ് രാവിലെ എണീറ്റ് ഓഫീസിൽ പോകുക എന്നുള്ളത്. അപ്പോൾ ഓഫീസിലേക്ക് പോകേണ്ട പെയിൻ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമുള്ളതുകൊണ്ട് മറ്റേ പെയിൻ അവിടെ സപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസാണ്. അതായത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. ഇതിനാണ് വിഷ്വലൈസേഷൻ, പവർ ഓഫ് വിഷ്വലൈസേഷൻ. അതായത് അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചിരിക്കണേ. ഞാൻ കാണുന്നില്ല എന്ന് വിചാരിച്ച് കണ്ണ് തുറന്നിരിക്കരുത്, കണ്ണുകൾ അടയ്ക്കുക. ഞാൻ പറയുന്നത് കേൾക്കുക.
ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. ഉള്ളിലേക്കൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തേ. ഓക്കെ, സാവധാനത്തിൽ ബ്രീത്ത് ഔട്ട് ചെയ്തേ. വീണ്ടും നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ. നല്ലൊരു ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. അല്പനേരം ബ്രീത്തിനെ ഹോൾഡ് ചെയ്യുക. സാവധാനത്തിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി. കണ്ണടച്ചിരിക്കുന്നു. വീണ്ടും നല്ലൊരു ശ്വാസം എടുക്കുന്നു. ശരീരത്തിനെ കൂടുതൽ കൂടുതൽ റിലാക്സ് ചെയ്യിക്കുകയാണ്. കാമായിട്ടിരിക്കുകയാണ്. റിലാക്സ്. ഞാനൊരു വേർഡ് ഇവിടെ പറയുകയാണ്. കണ്ണടച്ചിരിക്കുന്നു. ഞാനൊരു വേർഡ് പറയുകയാണ്. ആക്സിഡൻറ്റ്, അപകടം. ആക്സിഡൻറ്റ്, അപകടം. ഓക്കെ, സാവധാനത്തിൽ എല്ലാവരും കണ്ണുകളെ തുറന്നോളൂ. ഓക്കെ, ഞാനിവിടെ ഒരു വേർഡ് പറഞ്ഞു. നിങ്ങളെ അല്പനേരം ഒന്ന് കാമാക്കി ഇരുത്തിയതിന് ശേഷം ഞാനൊരു വേർഡ് പറഞ്ഞു. ആക്സിഡൻറ്റ് എന്നൊരു വേർഡ് പറഞ്ഞു. ഈ ആക്സിഡൻറ്റ് എന്നൊരു വേർഡ് കേട്ടപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ളതായ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളതായ ഒരു അപകടത്തിനെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ, ഓർമ്മ വന്നവർ ഒന്ന് പറഞ്ഞ്. ഓർമ്മ വന്നില്ലേ? നിങ്ങൾക്കുണ്ടായൊരു അനുഭവം ഓർമ്മ വന്നില്ലേ? അത് നിങ്ങൾക്കുണ്ടായൊരു അനുഭവമായിരിക്കാം, നിങ്ങൾ വീണതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കസിനുണ്ടായൊരു അപകടമായിരിക്കാം. അത്തരം ഒരു ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ? അത്തരം ഓർമ്മകൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഓർമ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലും അതുണ്ട്. അതായത് ഈച്ച് സെല്ലിനകത്ത് അപകട ചിന്തയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ഫീലിങ്ങിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാകും. ആ മരണം നടന്നിട്ടുണ്ടെങ്കിൽ മരണത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാകും. ആ ഇമേജസ് മുഴുവൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നിങ്ങൾ വീണതാണെങ്കിൽ വീണ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ആ ചുറ്റുമുള്ള അനുഭവങ്ങളും ആളുകൾ വന്നതും ആ വണ്ടി ഏതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചിത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നു. നിങ്ങൾ രാവിലെ എണീക്കണം. രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനായിട്ട് പ്രിപ്പയറാവാണ്. വണ്ടി എടുത്ത് ജോലിക്ക് പോകണം. വണ്ടി എടുത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾ, ഇപ്പം ഞാനും ഉണ്ടായിരുന്നു എന്ന് കരുതുക. കണ്ണടച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു അപകട ദൃശ്യം ഉണ്ടായെന്ന് കരുതുക. അത്ര ഒരാൾ ഞാൻ രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പോകാൻ നേരത്ത് എൻ്റെ ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സർവേശ്വര, ഇന്നെനിക്ക് അപകടങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞാൻ 20 മിനിറ്റ് പ്രാർത്ഥിച്ചാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ ഇന്നെനിക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതായത് നമുക്ക് അപകടം ഉണ്ടാകരുത് എന്ന്, അതായത് എനിക്ക് ജോലിക്ക് പോകുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കണം. അപ്പോൾ എനിക്ക് അല്പനേരം പ്രയർ ചെയ്തിറങ്ങണം. വീട്ടിൽ നിന്ന് അല്പനേരം പ്രാർത്ഥിച്ചിറങ്ങണം. അപ്പോൾ അപകടം ഉണ്ടാകരുത് എന്ന് പ്രയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അപകടം വരാം. അപകടം ഉണ്ടാകണമെന്ന് പറഞ്ഞാലും ദോഷമാണ്. അപ്പോൾ ഞാൻ എന്താ പ്രാർത്ഥിക്കുക? എന്താണ് അവിടെ വേർഡ്സ് ഉപയോഗിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് പറയാൻ പറ്റും? നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത് അപകടത്തിലേക്കാണോ? നിങ്ങൾക്കിന്ന് വേണ്ടത് അപകടമാണോ? നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് വേണ്ടത്? അപകടത്തിലേക്കാണ് പോകേണ്ടത്? അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി വാഹനം ഉപയോഗിച്ച് ട്രാവൽ ചെയ്ത് ഓഫീസിൽ ഇൻ ടൈമിലെത്തി വണ്ടി വെച്ച് പഞ്ച് ചെയ്ത് കയറി കുറേ നല്ല വർക്കുകൾ ചെയ്ത് 5 വരയ്ക്കും വർക്ക് ചെയ്തു. എല്ലായിടത്തും ഹാപ്പിയായി. എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം കറക്റ്റ് പാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടി കയറി ട്രാവൽ ചെയ്ത് സ്മൂത്തായി വീട്ടിൽ വന്നു. വണ്ടി വെച്ച് ഇറങ്ങി വീട്ടിൽ കയറി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഇതല്ലേ ശരിക്കും നമുക്ക് വേണ്ടത്? നിങ്ങൾക്ക് എന്താണോ ഒന്ന് ശരിക്കും വേണ്ടത്, ആ വേണ്ടതുപോലെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക, മനസ്സിലൊന്ന് കാണുക. അതിനെയാണ് പറയുന്ന വിഷ്വലൈസേഷൻ. ക്ലിയറായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ റെഗുലർ ലൈഫിൽ എന്താണ് വേണ്ടത്, വേണ്ടതിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് യാത്ര മാത്രമല്ല, എന്തൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണോ അതിനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ തീവ്രമായിട്ട് അത് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് മനസ്സിലേക്ക് വരും. എന്താണ് പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പരിണാമങ്ങളും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അതായത് കരയിലേക്ക് എത്തി വരുന്ന ജീവി കരയിൽ എങ്ങനെ ജീവിക്കാം, കുരങ്ങിൽ നിന്ന് മനുഷ്യനായത്, ഒരു കാറ്റർപില്ലർ ഒരു ബട്ടർഫ്ലൈ ആയത്, ഇവിടെയൊക്കെ നടക്കുന്നത് എന്താ? ഈ പരിണാമം നടക്കുന്നതിൻ്റെ കാരണം ഈ പ്രകൃതിക്ക് അനുയോജിച്ച് ജീവിക്കാൻ വേണ്ടി എന്തു മാറ്റങ്ങളാണ് വേണ്ടത്, ആ മാറ്റത്തിനനുസരിച്ച് പ്രകൃതി നമ്മളിലേക്ക് വരുന്ന മാറ്റത്തിനാണ് പരിണാമം എന്ന് പറയുന്നത്. ആ പവർ വരുന്നത് നമ്മുടെ മൈൻഡിൽ എന്ത് ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ പവർ ഓഫ് വിഷ്വലൈസേഷൻ
എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിലേക്ക് നിർബന്ധമായിട്ടും അഡോപ്റ്റ് ചെയ്യണം. നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു നല്ല ബിസിനസ്സുകാരി ആവണം, നല്ല റിച്ച് ആവണം, എനിക്ക് ഇത്തരത്തിലൊരു വീട് വേണം, ഇത്തരത്തിലൊരു കാറ് വേണം. ഒരു കാറ് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇന്ന കാറ്, ഇന്ന കളറ്, ഇന്ന ദിവസം ആ കാറ് ഞാൻ ഡ്രൈവ് ചെയ്യും എന്ന് വിചാരിക്കുന്നതിനാണ് പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഇന്ന കളർ, വൈറ്റ് കളർ കാറ് വേണം, GLC വേണം, ബ്രാൻഡ് ന്യൂ ആയിരിക്കണം, ബെൻസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ 2028 വാങ്ങിയിരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് തുല്യമല്ലേ. നമ്മളൊരാളെ കാണാൻ പോകുകയെന്ന് വിചാരിക്കുക, നമുക്കൊരാളെ കാണാൻ പോകണം. ഫോർ എക്സാമ്പിൾ, ഒരു പ്രമുഖ വ്യക്തിയാണ്, ആളെ കാണാൻ പോകണം. എനിക്ക് ആളെ കണ്ടിട്ട് കുറേ ഗുണങ്ങളുണ്ട്. അപ്പം ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ടു ഡു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, രാത്രി കാണാൻ നേരത്തെ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇന്ന ആളെ കാണണം, വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയമാണ്, അതെനിക്ക് ചെയ്യണം. എക്സാമ്പിൾ, എനിക്ക് യൂസഫ് അലി സാറിനെ കാണണം. യൂസഫ് അലി സാറിനെ കണ്ടിട്ട് എനിക്കൊരു കാര്യം എടുക്കണമെന്ന് ഞാൻ മെൻ്റലി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആളെ കാണാൻ പോകുമ്പോൾ ഏത് ഷർട്ട് ഇടണം, പോയിട്ട് എങ്ങനെ സംസാരിക്കും, ഗുഡ് മോർണിംഗ് സർ എന്ന് കാണുന്നത്, ആൾ കൈ തരുന്നു, വരൂ എണീറ്റ് ഇരിക്കൂ എന്ന് പറയുന്നു. ഞാൻ സംസാരിക്കും, അതെയോ ജയപുരി എവിടെയാ, ഓക്കെ തൃശ്ശൂരിൽ എവിടെയാ, മണ്ണത്തിലാണല്ലേ. ഞങ്ങൾ സംസാരിക്കും, ഓ നല്ല തമാശക്ക് പറയണ്ടല്ലോ, മിടുക്കനാണല്ലോ, എന്നോട് പറഞ്ഞു, മാനേജേഴ്സ് പറഞ്ഞു, നന്നായി ക്ലാസ് എടുക്കേണ്ടത് പറഞ്ഞു എന്നതൊക്കെ ഞാൻ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിൽ കാണുകയാണ്. അപ്പോൾ എൻ്റെ എനർജി ലെവൽ വളരെ സെൽഫിനെസ് കൂടിയിട്ടോ നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്ന തരത്തിലേക്ക് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് ഒന്ന് കണ്ട് അതിന് ശേഷം നാളെ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ ഒന്നുകൂടെ ആലോചിച്ച് 1, 2, 3 തവണ റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഞാൻ യൂസഫ് അലി സാറിനെ കാണാൻ പോകുന്നതെങ്കിൽ ആ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ബോഡിനകത്തുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി കൊണ്ട് മാത്രം ചിലപ്പോൾ ആൾ എണീറ്റ് നിന്ന് കൈതരാം. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? പോകുന്ന കാര്യത്തിന് ഒന്ന് റിഹേഴ്സൽ ചെയ്യുക, അതിനാണ് വിഷ്വലൈസ് ചെയ്യുന്നതാണ്. വിഷ്വലൈസേഷൻ ചെയ്യുന്നതോടുകൂടെ നിങ്ങളെ നടക്കുന്നത് റിഹേഴ്സൽ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്നത് പോലെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുമ്പോൾ അതിലേക്കൊരു പവർ അറിയാതെ നിങ്ങളുടെ ബോഡിക്കകത്ത് വരും. നിങ്ങളുടെ മൈൻഡ് അകത്താണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നത്? മൈൻഡ് എവിടെ ഇരിക്കുന്നത്? മൈൻഡ് ഇരിക്കുന്നത് ഇവിടെയാണ്, ഹാർട്ടിലാണ്. അതാണല്ലോ ഇവിടെ കൈ ഇവിടെ വയ്ക്കാറുണ്ടല്ലോ. മൈൻഡ് ഇവിടെയല്ലേ ഇരിക്കുന്നത്, ഹാർട്ട് ഇവിടെ ആയതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ തലേ പറയും, ഇവിടെയൊന്നുമല്ല. മൈൻഡ് ഇരിക്കുന്നത് ഈച്ച് സെല്ലിനകത്താണ്. നമ്മുടെ ഓരോ സെല്ലിനകത്തും മൈൻഡുണ്ട്. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ കൈ ചൂണ്ടുന്നത്. അല്ലാതെ ദേഷ്യം വരുമ്പോൾ കൈ ചൂണ്ടിയിട്ട് കൈ ഇങ്ങനെ മടക്കി പിടിച്ച് ചൂണ്ടുവിരൽ കാണിക്കണമെന്ന് എനിക്ക് കൊടുക്കുന്ന, എൻ്റെ സെറിബ്രം കൊടുക്കുന്ന മെസ്സേജ് കൊടുക്കുന്നത് എൻ്റെ മൈൻഡ് ഇപ്പം അല്പം ഫ്രസ്ട്രേറ്റഡ് ആണ്, അതിന് കാണിക്കുന്ന ബോഡി ലാംഗ്വേജാണിത്. ഇത് ഞാൻ പറയാൻ കാരണം മൈൻഡാണ് ഇമ്പോർട്ടൻ്റ്. മൈൻഡ് ഇരിക്കുന്നത് ഈച്ച് സെല്ലിനകത്താണ്. ഈച്ച് സെല്ലിനെ പവർഫുൾ ആക്കാനായിട്ട് ഏറ്റവും നല്ലത് പവർ ഓഫ് വിഷ്വലൈസേഷനാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ, നടക്കേണ്ട കാര്യങ്ങളെ, വരാൻ പോകുന്ന കാര്യങ്ങളെ വേണ്ട വിധത്തിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്താനുള്ള വളരെയധികം സാധ്യതകൾ ഈ പ്രപഞ്ചം തന്നെ ഒരുക്കി തരും. സോ എവറി ഡേ ടു ഡു ലിസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, രാത്രി കിടക്കാൻ നേരത്ത് അല്പനേരം നിങ്ങൾക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ ഒന്ന് കാണാം. അതുപോലെ തന്നെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെ ഒന്ന് കാണാം. ലൈഫിൽ വരേണ്ട എല്ലാ കാര്യങ്ങളും ഒന്ന് കാണാം. അതിനെ 2 വർഷം കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ, 10 വർഷം ചെയ്യുന്ന കാര്യങ്ങൾ, 10 വർഷം കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ വ്യക്തമായിട്ടൊന്ന് കണ്ടിട്ട് മൊത്തം ലൈഫിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ, അതായത് 100-ാം വയസ്സിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ആ 100 വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ് പ്രപഞ്ചം നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ പറയും, ഈ 100-ാം വയസ്സിൽ വയ്യാതിരിക്കുന്ന സമയത്ത് ആയുസ് കൂട്ടിയിട്ട് എന്താ കാര്യം? അപ്പോഴും എനർജറ്റിക് ആയിട്ട് ഒരാളായിട്ടിരിക്കുകയാണെങ്കിലോ ഹാപ്പി ആവില്ലേ? അതിനുവേണ്ടി ഏറ്റവും പവർഫുൾ ടൂളാണ് വിഷ്വലൈസേഷൻ, പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഞാനൊരു സമ്മറി പോലെ സീക്രട്ടിൻ്റെ ബുക്ക് തന്നിട്ടുണ്ട്. ആ ബുക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മേടിച്ച് വായിക്കാൻ പറ്റുവാണെങ്കിൽ 2 ബുക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് വായിക്കാൻ സമയം വായിക്കാം. ഒന്ന് സീക്രട്ടാണ്, മറ്റൊന്ന് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കുണ്ട്. ഈ 2 ബുക്ക് വായിക്കുകയാണെങ്കിൽ കുറേ നോളജ് അതിലൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ടോപ്പിക്ക് നീട്ടി വലിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രം എനിക്കിത് മാത്രം സംസാരിക്കാൻ 2 ദിവസം സമയം വേണം. സമയമില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ നിർത്തുവാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ QA സെഷൻ നമുക്ക് ചോദിക്കാം, തീർച്ചയായിട്ടും ആൻസർ ചെയ്യാം. പക്ഷേ പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ഗുണങ്ങളെ ചെയ്യും. അതൊരു ഹാബിറ്റായിട്ട് മാറ്റണം. റെഡിയല്ലേ? ഈ ലെസണിലൂടെ നിർത്തുവാണ്. അടുത്ത ലെസണിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.